ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് സുജാത കൃഷ്ണനെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ സുജാതയുടെ തൊട്ടപ്പുറത്ത് ഇരുന്നുകൊണ്ട് സുജാത കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ദോശ ഒരു സൈഡിൽ ഇരുന്നുകൊണ്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ സുജാതയോട് കൃഷ്ണന്റെ കാര്യം പറയുകയാണ്. സുജാതയെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. സുജാതയോട് കൃഷ്ണന്റെ പഴയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കൃഷി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നൊക്കെ പറയുകയാണ് സാഗർ. കൃപയെക്കാട്ടും ബലരാമനെക്കാട്ടും എല്ലാവരെക്കാട്ടും കൃഷി തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട് സുജാത സാഗർ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുകയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് എന്ന് പറയുകയാണ് സുജാത. എനിക്കും എൻ്റെ മകൻ തന്നെയാണ് ഏറ്റവും വലുതെന്ന് പറയുകയാണ് സുജാത. എന്നാൽ അത് കേൾക്കുമ്പോൾ സാഗറിന് ഒരു ആശ്വാസമാവുകയാണ്. തുടർന്ന് സുജാത പിന്നെ സാഗറിനോട് കഴിഞ്ഞ ദിവസം സാഗർ എന്നോട് ഇത്രയും വലിയ സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അപ്പോഴത്തെ ആ ഒരു ഷോക്കിൽ ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചു പോയതാണ്. അതല്ലാതെ എൻ്റെ മനസ്സിലൊന്നും തന്നെയില്ല. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മകൻ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ദോശ പോലും എൻ്റെ കൃഷ്ണു വേണ്ടിയുള്ളതാണെന്ന് പറയുകയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന കൃഷ്ണു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇതൊക്കെ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ സാഗറിന് വീണ്ടും ഒരു സന്തോഷമാവുകയാണ്. തുടർന്ന് സാഗർ പിന്നെ ആ ദോശയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. തുടർന്ന് സാഗർ അവിടെ നിന്ന് പോകാൻ നേരെ സുജാതയെ വീണ്ടും വിളിക്കുകയാണ്. നീ ഇപ്പോൾ പറഞ്ഞു ഈ ലോകത്ത് നിനക്ക് ഏറ്റവും പ്രധാനം നിന്റെ മകനാണെന്ന്. അത് ഏത് മകനാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത സാഗറിന്റെ മുഖത്തേക്ക് തുറപ്പിച്ച് നോക്കിക്കൊണ്ട് പിന്നെ സാഗറിനോട് സാഗർ ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. ബലരാമനാണോ കൃഷാണോ എന്നല്ലേ, എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. രണ്ടുപേരെയും അളന്ന് തിരിക്കാനൊന്നും എനിക്കറിയില്ല. എനിക്ക് രണ്ടുപേരും ഒരുപോലെയാണെന്ന് പറയുകയാണ് സുജാത. അവർക്ക് രണ്ടുപേർക്കും ഞാൻ ഒരുപോലെ സ്നേഹം കൊടുക്കും. എന്നാൽ അത് കേട്ട് സാഗറിന് ഒരു ആശ്വാസമാവുകയാണ്. ഇപ്പോഴാണ് ഒരു ആശ്വാസമായതെന്ന് പറയുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃഷാണ്. കൃഷ ഹോസ്പിറ്റലിലാണ്. മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് കൺമണി അവിടെ തൊട്ടപ്പുറത്ത് ഇരുന്ന് ചായ ഇങ്ങനെ ഒഴിച്ചു കളിച്ച് നേരം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കൃഷ എഴുന്നേറ്റു എന്ന് കണ്ട കൺമണി ആ കട്ടൻ കാപ്പിയുമായിട്ട് നേരെ കൃഷ്ണന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കൃഷ്ണൻ അത് കൊടുക്കുകയാണ്. തുറന്ന് കൺമണിയും കൃഷിയും വിശേഷങ്ങളെല്ലാം പറയുകയാണ്. അമ്മയുടെ കാര്യമൊക്കെ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷിനെ ഒരു കോള് വരികയാണ്. സാഗറാണ് വിളിക്കുന്നത്. തുറന്ന് സാഗർ കൃഷിനെ ആദ്യമേ തന്നെ ട്രോളുകയാണ്. നീ ഇപ്പോഴാണോ എഴുന്നേറ്റ്, നട്ടുച്ചയായി എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ കുറെ കളിയാക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന് ദേഷ്യം വരികയാണ്. സാഗർ ഇപ്പോൾ എന്നെ വിളിച്ചത് എന്നെ ട്രോളാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ സാഗർ അയ്യോടെ കൃഷി, ഞാൻ സത്യമായിട്ട് തന്നെ വിളിച്ചത് ട്രോളാൻ വേണ്ടിയല്ല. പിന്നെ നീ ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ എങ്കിൽ പിന്നെ ട്രോളാമെന്ന് ഞാൻ കരുതി. തുടർന്ന് സാഗർ താൻ ഇന്ന് കഴിച്ച ദോശയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. നിന്റെ അമ്മ ഇന്ന് ഒരു അടിപൊളി ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല മൊരിഞ്ഞ ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട്, കൂടെ നല്ല ചമ്മന്തിയും. ഇതും പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ കൊതിപ്പിക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് സുജാത ഇതൊക്കെ ഉണ്ടാക്കിയത് നിനക്ക് വേണ്ടിയാണ്. ഇന്ന് സുജാത നിന്നെ കാണുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഈ ദോശയും ചമ്മന്തിയുമായിട്ടാണ് വരുന്നത്. നിനക്കും കൺമണിക്കുമുള്ള ദോശയും ചമ്മന്തിയുമായിട്ട് വരികയാണ് എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണന്റെ മുഖത്ത് സന്തോഷം വരികയാണ്. എന്നാൽ കൺമണി ആ സന്തോഷം വായിച്ചെടുക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് സുജാത ചുട്ട നല്ല ദോശയൊക്കെ നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, എനിക്ക് കരിഞ്ഞതും ഉണങ്ങിയതൊക്കെയാണ് കിട്ടിയത് എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൃഷ്ണനോട് അയ്യോ നേരം പോയത് അറിഞ്ഞില്ല, ഞാൻ ഓഫീസിലേക്ക് പോട്ടെ. ഓഫീസിൽ ആ ജയമോഹൻ എന്തൊക്കെ തോന്നിയാസമാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ച ശേഷം കൺമണി പിന്നെ കൃഷ്ണ കളിയാക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ അമ്മ മിണ്ടിയില്ല എന്ന് പറഞ്ഞ് പിണങ്ങിക്കിടന്ന സാറാണ് അമ്മ ദോശയുമായിട്ട് വരുന്നു എന്ന് അറിഞ്ഞിങ്ങനെ സന്തോഷിച്ചിരിക്കുന്നത്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് അമ്മ ഉണ്ടാക്കുന്ന ആ ദോശയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അതൊന്ന് നീ ഒന്ന് കഴിച്ചു നോക്കണം കൺമണി, ഞാൻ ഇന്നലെയും കൂടി ചിന്തിച്ചതേയുള്ളൂ അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം ഒന്ന് കഴിക്കണമെന്ന്. തുടർന്ന് കൺമണി എനിക്ക് മനസ്സിലായി സാറേ, സാറിന്റെ പിണക്കം മാറ്റുന്നതിന് വേണ്ടിയാണ് അമ്മ ആ ദോശയുണ്ടാക്കി കൊണ്ടുവരുന്നെന്ന് പറയുകയാണെന്നാൽ അത് കേട്ട് കൃഷി അതൊക്കെ എനിക്ക് മനസ്സിലായി, പിണക്കമെങ്കിൽ പിണക്കം, അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ, എനിക്കത് മതി എന്നൊക്കെ പറയുകയാണ് കൃഷ്. അല്ലെങ്കിലും ഞാനും അമ്മയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്, ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം അമ്മ നടത്തി തരുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ കൃഷ്ണനടുത്ത് ചെന്നിരുന്നിട്ട് തല കൊമ്പിട്ടിട്ട് അത് ശരി, അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയുടെ മുഖത്ത് നോക്കിയൊരു കളച്ചിരിയുമായിട്ട് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി എങ്കിൽ പറഞ്ഞു നോട്ടെ, നല്ലതാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി പിന്നെ കൺമണിയോട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നീ എനിക്കൊപ്പം ഈ കട്ടിലിൽ കിടക്കണമെന്നാണ്. എന്നാൽ അത് കേട്ട് കൺമണി കൃഷിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു നിൽക്കുകയാണ്. തുറന്ന് കൃഷി അയ്യോ കൺമണി തെറ്റിദ്ധരിക്കല്, ഞാൻ വെറുതെ കിടന്ന് കെട്ടിപ്പിടിക്കണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അതിനപ്പുറം ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി വേഗം തന്നെ ആ കട്ടിലിൽ ചാടി കിടക്കുകയാണ്. തുറന്ന് ഒരു പുതപ്പെടുത്ത് മൂടി പൊതച്ച് കിടക്കുകയാണ് കൃഷും കൺമണിയും. എന്നാൽ അത് കണ്ട് കൃഷി ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. കൺമണി ഇങ്ങനെ ചെയ്യുമെന്ന് കൃഷി ഒരിക്കലും ചിന്തിച്ചില്ല. എന്നിരുന്നാലും കൃഷിയുടെ സന്തോഷമാവുകയാണ്. തുറന്ന് കൺമണി അമ്പട പുളുസോ എന്താ മോന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ്.
ഇപ്പോൾ ഇങ്ങോട്ട് ഏതെങ്കിലും നേഴ്സ് കടന്നു വന്നാൽ നമ്മൾ ഈ കിടക്കുന്ന കാഴ്ച കണ്ടാൽ നമ്മളെ രണ്ടുപേരെയും ഇവിടുന്ന് അടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൺമണി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. തുറന്നു കാണിക്കുന്ന അലിഗയുടെ ഓഫീസാണ്. മാനസ അവിടെയുള്ള 2 സ്റ്റാഫുകളുടെ അടുത്ത് പോയിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്യാനിരിക്കുകയാണ്. എന്നാൽ ആ 2 സ്റ്റാഫുകൾ നല്ല ഗൗരവത്തിലാണ്. കഴിഞ്ഞ ദിവസം മാനസ കാരണം അവർക്ക് ഒരുപാട് ചീത്ത കേട്ടു. അതിൻ്റെ ഒരു ദേഷ്യം ആ 2 സ്റ്റാഫുകൾക്കുമുണ്ട്. തുറന്ന് അവർ പിന്നെ മാനസിയോട് മാഡം ഞങ്ങൾ ഉപദ്രവിക്കാതെ ഒന്ന് പോയി തരുമോ, ഞങ്ങൾ ശല്യം ചെയ്യല്ലേ എന്നൊക്കെ പറയുകയാണ്. കഴിഞ്ഞ ദിവസം മാഡം കാരണം ഞങ്ങൾ ഒരുപാട് ചീത്ത കേട്ടതാണ്. എന്നാൽ അത് കേട്ട മാനസ പിന്നെ ആ 2 സ്റ്റാഫുകളോട് അയ്യോ നിങ്ങളത് ശരിക്കും വിശ്വസിച്ചോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ എൻ്റെ ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് പറയുകയാണ്. നിങ്ങളുടെ മെന്റൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കാണിച്ച ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് പറയുകയാണ്. നിങ്ങൾ 2 പേരും അതിൽ പാസ്സായിരിക്കുകയാണെന്ന് പറയുകയാണ്. എന്നാൽ മാനസയുടെ മറുപടി കേട്ട് ആ 2 സ്റ്റാഫ് ഷോക്കായി നിൽക്കുകയാണ്. തുടർന്ന് മാനസ അവർക്ക് 2 പേർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അവർക്ക് ഗിഫ്റ്റ് കൊടുത്ത മാനസ അവരെ കയ്യിലെടുക്കുകയാണ്. എന്നാൽ ആ 2 സ്റ്റാഫുകൾ മാനസ പറഞ്ഞ എല്ലാം വെള്ളം തൊടാതെ വിശ്വസിക്കുകയാണ്. തുടർന്ന് മാനസ അവിടുന്ന് പോയ ശേഷം ആ സ്റ്റാഫുകൾ പിന്നെ മാനസയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ മാനസ മാഡത്തിന് ഇത് എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടാനാണെങ്കിൽ എത്ര ചീത്ത വേണമെങ്കിലും കേൾക്കാം, എത്ര വഴക്ക് വേണമെങ്കിലും കേൾക്കാം, അതിലൊന്നും ഒരു പരാതിയില്ല എന്ന് പറയുകയാണ്. പാവം മേഡം, എന്ത് നല്ല മേഡം എന്നൊക്കെ പറഞ്ഞു മാനസ ഇങ്ങനെ പോഴ്ത്തുകയാണ് ആ 2 സ്റ്റാഫുകൾ. എന്നാൽ ഈ സമയത്ത് മാനസ ഇതെല്ലാം മുണിഞ്ഞു മാറി നിന്ന് കേൾക്കുകയാണ്. ഈ 2 മണ്ടികളെയും ഞാൻ കയ്യിലെടുത്തിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല, പണ്ട് ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും പിന്നാലെ എനിക്ക് പണി കിട്ടാറാണ് പതിവ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞ് ഇപ്പോൾ എല്ലാം എനിക്ക് അനുകൂലമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് മാനസ. തുറന്നു കാണിക്കുന്ന കൃഷും കൺമണിയുമാണ്. കൺമണിയോട് കൃഷ് അമ്മ ഉണ്ടാക്കുന്ന ദോശയുടെയും തക്കാളി ചട്ടിയുടെയും കാര്യം പറഞ്ഞ് ഇങ്ങനെ കൺമണിയെ കൊതിപ്പിക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വെറും കൈയോടെ കൈയും വീശിക്കൊണ്ട് സുജാത വരുന്നത്. തുറന്ന് സുജാതയോട് കൃഷ് അമ്മ ഉണ്ടാക്കിയ ദോശ എവിടെ, ഞാൻ ദോശ കഴിക്കാൻ റെഡിയാണെന്ന് പറയുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് സുജാതയൊന്ന് ഞെട്ടുകയാണ്. തുറന്ന് സുജാത പിന്നെ കൃഷ്ണയോട് അയ്യോ മോനെ, ഞാനത് നിന്നെ കാണാനുള്ള തിടുക്കത്തിൽ അത് എടുക്കാൻ മറന്നുപോയി എന്ന് പറയുകയാണ്. ഒരു കാര്യം ചെയ്യാം, അമ്മ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വാങ്ങി തരാം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി അമ്മ എന്നെ ട്രോളാൻ വേണ്ടി വന്നതാണോ, എന്നെ പറ്റിക്കുകയാണോ ചോദിക്കുകയാണ്. ആ പറ്റിക്കലൊന്നും വേണ്ട അമ്മ മര്യാദയ്ക്ക് പുറത്തു വെച്ചിട്ടുള്ള ദോശയും ചമ്മന്തിയും എടുത്തു വരാൻ പറയുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് കൺമണി അമ്മ ദോശയും ചമ്മന്തി പുറത്ത് വെച്ചിട്ടുണ്ടാകും, അത് എടുത്തു കൊണ്ടുവരാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത കൺമണിയെ തടയുകയാണ്. അയ്യോ കൺമണി, ഞാൻ പറഞ്ഞ സത്യമാണ്, ഞാൻ ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി, പക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ മറന്നുപോയി എന്ന് പറയുകയാണ്. കൃഷ്ണന് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്, പക്ഷേ കൃഷ്ണനെ കാണാനുള്ള തിടുക്കത്തിൽ ഞാൻ അത് എടുക്കാൻ മറന്നു എന്ന് പറയുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്ന് കൃഷ്ണ അത് വാരിത്തരാമെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആൻറ്റിയമ്മയെ വിളിച്ച് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ ആൻറ്റിയമ്മയോട് പറയാം. എന്നാൽ ഈ മറുപടി കേട്ട് കൃഷ്ണന് നല്ല ദേഷ്യം വരികയാണ്. ദേഷ്യവും അതുപോലെ തന്നെ സങ്കടവും വരികയാണ്. തുറന്ന് കൃഷ്ണൻ നല്ല സങ്കടത്തോടുകൂടി എനിക്കൊന്നും കേൾക്കണ്ട അമ്മേ, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അമ്മ ആളാകെ മാറിയിരിക്കുകയാണ്, അമ്മ എന്നെ മറന്നു കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയുകയാണ്. അമ്മ എൻ്റെ എല്ലാ കാര്യങ്ങളും മറന്നു പോയിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് സങ്കടമാവുകയാണ്. തുടർന്ന് സുജാത പിന്നെ കൃഷ്ണനെ വിളിക്കുകയാണ് സങ്കടപ്പെട്ടുകൊണ്ട്. അയ്യോ മോനെ, നീ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ നല്ല ഗൗരവത്തിൽ വേണ്ട, എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട. തുറന്ന് സുജാത ഇങ്ങനെ സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കണ്ട് കൃഷ്ണന് സങ്കടമാവുകയാണ്. തുറന്ന് കൃഷ്ണ പിന്നെ അമ്മയോട് അയ്യോ അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാണ്, എനിക്കിപ്പോൾ അല്ലെങ്കിലും നല്ല വിശപ്പൊന്നുമില്ല, അച്ഛൻ വിളിച്ച് അമ്മ എനിക്ക് വേണ്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് കൊതി, അതല്ലാതെ എനിക്ക് വേറെ വിശപ്പൊന്നുമില്ല എന്ന് പറയുകയാണ്. കുഴപ്പമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ കൃഷും അമ്മയും തമ്മിലുള്ള പിണക്കം വീണ്ടും അവസാനിക്കുകയാണ്. തുറന്ന് കാണിക്കുന്നത് മാനസിയാണ്. മാനസ ഗിഫ്റ്റുമായിട്ട് ആൻറ്റിയമ്മയെ കാണുന്നതിന് വേണ്ടി കൃഷിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കൃഷി ഇവിടെ ആശുപത്രിയിൽ ICUയിൽ കിടക്കുമ്പോഴാണ് മാനസ ഗിഫ്റ്റും സ്വീറ്റ്സുമായിട്ട് ആൻറ്റിയമ്മയെ പോയി കാണുന്നത്. തുറന്ന് മാനസ അതെല്ലാം ആൻറ്റിയമ്മയ്ക്ക് കൊടുക്കുകയാണ്. തുറന്ന് ആൻറ്റിയമ്മ പിന്നെ മാനസിയോട് എന്ത് പറ്റി, എന്താണ് നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് മാനസ തൻ്റെ മനസ്സിലെ പുതിയ പ്ലാൻ പറയുകയാണ്. ഞാൻ ആൻറ്റിയമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ, കൃഷി ആരെ കല്യാണം കഴിക്കണമെന്നാണ് ആൻറ്റിയമ്മ ആഗ്രഹിക്കുന്നത്, ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്നാണ് ആൻറ്റിയമ്മ ആഗ്രഹിക്കുന്നത് ചോദിക്കുകയാണ്. ഞാൻ ബലരാമനെയാണോ കല്യാണം കഴിക്കേണ്ടത് അതോ കൃഷ്ണയാണോ കല്യാണം കഴിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സങ്കടത്തോടുകൂടി ആൻറ്റിയമ്മ അതിപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് മാനസ പിന്നെ ആൻറ്റിയമ്മയോട് ഞാൻ ആൻറ്റിയമ്മയോട് മറ്റൊരു കാര്യം പറയട്ടെ, ഞാനും ബലരാമന് കല്യാണം കഴിച്ചാൽ ശരിയാകില്ല, എനിക്ക് മാച്ച് കൃഷി തന്നെയാണെന്ന് പറയുകയാണ്. നോക്കിക്കോ ആൻറ്റിയമ്മ, ഞാൻ കൃഷ്ണനെ തന്നെ കല്യാണം കഴിക്കും, കൺമണിയും കൃഷിയും തമ്മിലുള്ള വിവാഹം ഞാൻ ഒരിക്കലും നടത്താൻ സമ്മതിക്കില്ല, കൃഷി ആരുടെയെങ്കിലും കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴുത്തിലായിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ആൻറ്റിയമ്മയ്ക്ക് ഒന്നും മനസ്സിലാകാതെ കണ്ണും തള്ളി നിൽക്കുകയാണ്. ഇവളിത് എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.